ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നു പേരായ കവിതയുടെ മലയാള ആശയമാണ്. പാർട്ട് 1, അതായത് പാഠഭാഗം 7. ഇതെഴുതിയത് മുക്തിബോധ് എന്ന കവിതയാണ്. കവി ഈ കവിതയിൽ പറയുകയാണ്, സബി ലോകി ഏക് സമാൻ ഹെ, എല്ലാ ആളുകളും ഒരുപോലെയാണ്. വീണ്ടും കവി ഒരു പോയിന്റും കൂടെ പറയുന്നു, ലോകോം കെ സംഘർഷ്, ആളുകളുടെ സംഘർഷം. പിന്നെ ഏകത, ഐക്യം. ഇതാണ് നമ്മൾ ഇതിൽ കവി പറയാൻ പോകുന്ന പോയിന്റുകൾ. ഓക്കെ, കവി പറയുകയാണ്, ജൻ ജൻ കാ ചെഹ്റ ഏക് ഹെ, എല്ലാ ജനങ്ങളുടെയും മുഖം ഒരുപോലെയാണ്. അതായത് സബി ലോകി ഏക് സമാൻ ഹെ, എല്ലാ ആളുകളും ഒരുപോലെയാണ്. വിവിധ രാജ്യങ്ങളിലെ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സമാനതയാണ് കവി ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നത്. നമ്മൾ ജനങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നവരായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും പ്രശ്നങ്ങൾക്ക് സമാന രൂപം തന്നെയാണെന്നാണ് കവി കവിതയിലൂടെ ഉണർത്തുന്നത്. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെ നെറ്റിയിൽ കാണുന്ന ചുളിവുകൾ പോലും ഒരുപോലെയാണെന്നാണ് കവി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആവേശത്തോടെ മുഷ്ടി ചുരുട്ടുന്ന ദുർബല വിഭാഗങ്ങളുടെയും കഷ്ടപ്പാടുകൾ ഒരുപോലെയാണെന്ന് കവി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് അധികാരങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജനങ്ങൾ മുന്നോട്ടൊഴുകുന്ന നദിയുടെ പ്രവാഹം പോലെ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയാണെന്നാണ് കവി പറയുന്നത്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും സമാനത ചിത്രീകരിക്കുന്നതോടൊപ്പം ചൂഷണത്തിന് വിധേയരായി അധികാരങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജനവിഭാഗങ്ങളുടെ പോരാട്ടത്തെയും കവി കവിതയുടെ വ്യക്തമാക്കുന്നുണ്ട്. കവി പറയുകയാണ്, ജൻ ജൻ കാ ചെഹ്റ ഏക്, എല്ലാ ജനങ്ങളുടെയും മുഖം ഒരുപോലെയാണ്. രാജ്യം, സംസ്ഥാനം, നഗരം എന്നീ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും മുഖം ഒരുപോലെയാണെന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യ രാജ്യം, ഏഷ്യയിലെയും യൂറോപ്പിലെയും അമേരിക്കയിലെയും വെയിൽ ഒന്നുപോലെയാണ്. അവിടെ ഉദിക്കുന്ന വെയിലും ഒന്നുപോലെയാണ്. അവിടെ ഉണ്ടാകുന്ന കഷ്ടപ്പാടിലും ദുഃഖത്തിലും മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ ഒന്നുപോലെയാണ്. കഷ്ടപ്പാടിലും ദുഃഖത്തിലും മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ ഒന്നുപോലെയാണെന്ന് കവി പറയുന്നു. ആവേശത്താൽ ചുരുട്ടുന്ന മുഷ്ടികളുടെ ലക്ഷ്യം ഒന്നാണ്. അതായത് നമ്മൾ മുഷ്ടി ചുരുട്ടുന്നു ആവേശത്തോടെ, അതിൻ്റെ ലക്ഷ്യം ഒന്നാണ്. ഭൂമിയിലുള്ള ജനങ്ങളുടെ സംഘർഷം ഒന്നാണ്. ഭൂമിയിൽ ജനങ്ങൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതൊക്കെ ഒന്ന് തന്നെ. അവരുടെ പക്ഷം ഒന്നാണ്, അവർ ഒരു ഏകത, അതായത് അവരൊക്കെ ഒന്നാണ്, ഒരു ഭാഗമാണ്. ജനങ്ങളുടെ ക്രോധം, ഇവിടെ ക്രോധവും കവി പറയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ക്രോധം ജ്വലിക്കുന്ന സൂര്യനെ പോലെയാണെന്നാണ് കവി പറയുന്നത്. അതുപോലെ ഗംഗ, ഇരാവതി, മിനാം, നീൽ, ആമസോൺ, മിസൗറി എന്നീ നദികളുടെ ദുഃഖവും പ്രവാഹവും ഒന്നു തന്നെയാണെന്നാണ് കവി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മലയാള ആശയം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഹിന്ദി കവിത വായിച്ചിട്ട് ആശയം പഠിക്കണം. ആശയം 4 മാർക്കിനാണ് ഉണ്ടാവുക. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഇതൊന്നും നിങ്ങൾ മറക്കരുത്. ഓക്കെ, എല്ലാവരും പ്രത്യേകമായിട്ട് പഠിച്ച് ഉഷാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഹിന്ദി ആശയമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.